പുഞ്ചിരികൾക്ക് പിന്നിൽ കടാരകൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് നിരീക്ഷിച്ചത് ഷേക്സ്പിയർ ആണ്. ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ആ നിരീക്ഷണത്തിന് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നു മനസ്സിലാകും. കാരണം പല പുഞ്ചിരികളും വിഷം പുരണ്ടവയാണ്, അപകടത്തിലാക്കാൻ കഴിവുള്ളവയും. കാരണം വഞ്ചനയുടെയും ചതിയുടെയും നിറവും ഗന്ധവുമാണ് അവയ്ക്കോരോന്നിനുമുള്ളത്. ഓരോ ദിവസവും ചതിയുടെയും വിശ്വാസ വഞ്ചനയുടെയും നിരവധി വാർത്തകൾ നമ്മെ തേടിയെത്തുന്നു. ഇന്നത്തെ വാച്ച് ആൻഡ് പ്രേ ചതിയുടെയും വിശ്വാസ വഞ്ചനയുടെയും കറുത്ത ലോകത്തെയാണ് അവതരിപ്പിക്കുന്നത്. ചതിയും വഞ്ചനയുമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം യാതൊരു തരത്തിലുള്ള ചതിയിലും നാം പെട്ടുപോകാതിരിക്കാനും. ചതിയിലും വഞ്ചനയിലും പെട്ട് മാനവും സ്വത്തും നഷ്ടമായവരെയും വഞ്ചകരും ചതിയരുമായ വ്യക്തികളെയും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വാച്ച് ആൻഡ് പ്രേയിലേക്ക് കടക്കാം. അന്യായമായ നേട്ടങ്ങൾക്കായി നിയമങ്ങൾ അട്ടിമറിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെയാണ് ചതിയെന്ന് പൊതുവെ നിർവചിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ തലത്തിലും കുടുംബതലത്തിലും ഔദ്യോഗിക തലത്തിലും ഭരണതലത്തിലും വ്യക്തിതലത്തിലുമെല്ലാം ചതിയുടെ വേരുകൾ പടർന്നിട്ടുണ്ട്. വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നിവയെല്ലാം ചതിയുടെ മറ്റു പേരുകൾ കൂടിയാണ്. കൃത്രിമ രേഖകളുണ്ടാക്കൽ, വിസ തട്ടിപ്പ്, ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കൽ, പരീക്ഷയിൽ കോപ്പിയടി, ഇങ്ങനെ എത്രയോ വഞ്ചനയും ചതിയുമാണ് സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്നത്. അമേരിക്കയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു പഠനം രേഖപ്പെടുത്തിയത് 64% പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും ഗൗരവതരമായ രീതിയിലുള്ള തട്ടിപ്പ് അവരുടെ പരീക്ഷാ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ്. 95% കുട്ടികളാകട്ടെ തങ്ങളുടെ അധ്യയന കാലത്ത് വലുതോ ചെറുതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. തീരെ ചെറുപ്രായം മുതൽ തന്നെ മനുഷ്യരിൽ ചതിയും വഞ്ചനയും കൃത്രിമത്വവും കാണിക്കാനുള്ള സഹജവാസനകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ഈ കണക്കുകൾ മതിയാവും. ചതി ആധുനിക കാലത്തിന്റെ പ്രത്യേകതയൊന്നുമല്ല. ഇന്ന് വിവിധ രൂപങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ ചതി വർദ്ധിച്ചിട്ടുണ്ട് എന്നു മാത്രമേയുള്ളൂ. പ്രപഞ്ചാരംഭം മുതൽ തന്നെ മനുഷ്യർ പരസ്പരം ചതിക്കുകയും ചതികൾക്ക് ഇരകളാകുകയും ചെയ്തിരുന്നതായി വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ മൂലവും അത്യാഗ്രഹവും സ്വാർത്ഥതയും വഴിയുമാണ് പലരും ചതികളിൽ കൊടുങ്ങുന്നത്. മാനവചരിത്രത്തിലെ ആദ്യത്തെ ചതി ഏദൻ തോട്ടത്തിൽ സംഭവിക്കാൻ കാരണവും ഇതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നതായിരുന്നു സാത്താൻ ഹവ്വയ്ക്ക് നൽകിയ വാഗ്ദാനം. ഭ്രമിപ്പിക്കുന്ന ആ വാഗ്ദാനത്തിനു മുന്നിൽ ഹവ്വയ്ക്ക് അടിതെറ്റി. അവൾ തന്റെ ഇണയെയും ആ ചതിക്ക് വശംവദയാക്കി. അങ്ങനെ സമർത്ഥമായ ചതിയുടെ ആദ്യ കളമൊരുങ്ങി. മൂത്തപുത്ര അവകാശം തട്ടിയെടുക്കാനായി യാക്കോബ് നടത്തിയ ചരിത്രത്തിലെ ആദ്യത്തെ ആൾമാറാട്ടമാണ് മറ്റൊന്ന്. സ്വന്തം പിതാവിനെയും സഹോദരനെയും ഒരേ സമയം യാക്കോബ് ചതിക്കുകയായിരുന്നു. രക്തബന്ധങ്ങൾ പോലും ചതിയുടെ കരുക്കളാകാമെന്ന ലോകത്തിലെ ആദ്യത്തെ പാഠമായി അത് മാറി. പ്രണയ തീവ്രതയിലെ ഉള്ളു പങ്കുവെക്കലിൽ പോലും വിശ്വാസവഞ്ചന കടന്നു വരാമെന്ന് സാംസൺ ദലീല ബന്ധം പറയുന്നു. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ചതിയുടെയും വിശ്വാസവഞ്ചനയുടെയും രൂപം നാം കാണുന്നത് പുതിയ നിയമത്തിലാണ്. പവിത്രമായി കരുതേണ്ട സ്നേഹചുംബനങ്ങളെ ചതിക്കായി ഉപയോഗിക്കുന്ന യൂദാസ് കറിയാത്തോയെയാണ് നാം അവിടെ കണ്ടുമുട്ടുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിനു വേണ്ടി യൂദാസ് ഒറ്റുകൊടുക്കുമ്പോൾ ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റുകൊടുക്കുന്നത് എന്ന ക്രിസ്തുവിന്റെ ചോദ്യം ആരുടെയാണ് ഹൃദയം തകർക്കാത്തതായുള്ളത്?
മറ്റുള്ളവരെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരെല്ലാം ഒരു നിമിഷമെങ്കിലും ഈ ചോദ്യത്തിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. പ്രണയത്തിന്റെ പേരിൽ പ്രണയഭാജനത്തെ മനഃപൂർവ്വം ചതിക്കുന്നവർ ചുംബനത്തിലൂടെ സ്നേഹത്തിന്റെ ശുദ്ധതയും പവിത്രതയും കളങ്കപ്പെടുത്തിയ യൂദാസിനെയാണ് മാതൃകയാക്കുന്നത്. ലവ് ജിഹാദ് എന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രണയത്തിന്റെ പേരിലുള്ള നിർബന്ധിത മതമാറ്റങ്ങൾ ചതിയും വിശ്വാസവഞ്ചനയും തന്നെയാണ്. സ്നേഹത്തിനും പ്രണയത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള പ്രണയഭാജനത്തെ തന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ മറച്ചുവെച്ച് പ്രണയിക്കുകയും നിർണായക മുഹൂർത്തത്തിൽ തന്റെ മതവിശ്വാസത്തിലേക്ക് ബലമായി ചേർക്കുകയും പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വരെ അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പ്രണയത്തിന്റെ പേരിലുള്ള ചതികൾ തന്നെയാണ്. പ്രണയത്തിന്റെ പേരിലുള്ള ഈ വഞ്ചനകളെക്കുറിച്ച് താക്കീതുകളും തിരുത്തലുകളും നൽകിക്കഴിഞ്ഞിട്ടും ഇന്നും അവ നിർബാധം തുടരുന്നുവെന്നതാണ് ഖേദകരമായ വസ്തുത. ദാമ്പത്യ ബന്ധത്തിലുള്ള വിശ്വാസവഞ്ചനയെയും നാം ഗൗരവത്തിലാണ് കാണേണ്ടത്. ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും ഒരേ മനസ്സും ഒരേ ശരീരവുമായി ജീവിച്ചു കൊള്ളാമെന്നാണ് ദമ്പതികൾ തിരുക്കർമ്മങ്ങൾക്ക് മധ്യേ ദൈവത്തിന് നൽകുന്ന വാക്ക്. എന്നിട്ടും ഇണയെ വഞ്ചിച്ചും മണവറയെ അവിശുദ്ധമാക്കിയും പല ദമ്പതികളും ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ജീവിത പങ്കാളിയെ കേവലം നൈമിഷിക സുഖങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി ചതിക്കുന്നവരും ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തതയെ പാപമായി കാണാത്തവരും നമുക്കിടയിൽ ധാരാളം. മനുഷ്യ മനസ്സിന്റെ അത്യാഗ്രഹങ്ങളെ ചില കുശാഗ്ര ബുദ്ധികൾ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നു എന്നതാണ് ഓരോ ചതിയുടെയും പിന്നിലെ ആത്മീയ രഹസ്യം. അനർഹമായ രീതിയിൽ സമ്പാദിച്ച തുക ഇത്തരക്കാർ ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓരോ തട്ടിപ്പുകാരുടെയും ജീവിതം അപഗ്രഥിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇക്കാര്യമാണ്. തട്ടിപ്പെന്നും തട്ടിപ്പ് തന്നെ. അതിനെ ഒരിക്കലും വെള്ളപൂശരുത്. പക്ഷേ നിർഭാഗ്യവശാൽ സമീപകാലത്തൊരു തട്ടിപ്പുകാരനെ വീരപരിവേഷത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയുണ്ടായി. സമ്പന്നരെ കൊള്ളയടിച്ച് പാപങ്ങളെ സഹായിക്കുന്ന റോബിൻഹുഡ് എന്ന കഥാപാത്രത്തോടായിരുന്നു ആ താരതമ്യം. പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കഥകളിലെ നായകൻ മോൻസൻ കാവുങ്കലിനായിരുന്നു പൊതുസമൂഹം ആ പരിവേഷം കൽപ്പിച്ചു കൊടുത്തത്. സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ മോൻസൻ ഒരു ദരിദ്രനെ പോലും കബളിപ്പിച്ചില്ല. അവരുടെ സ്വത്തുവകകൾ തട്ടിയെടുക്കുകയോ മറ്റ് സംഭവങ്ങളിൽ എന്ന പോലെ അവരെ വഴിയാധാരമാക്കുകയോ ചെയ്തില്ല. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ വഴി ദരിദ്രരുടെ കണ്ണീര് തുടച്ചുകൊടുത്ത വാർത്തകൾ അവയ്ക്കെല്ലാം അകമ്പടി സേവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോൻസിനെതിരെ ഒരിക്കലും പൊതുജന വികാരം ഉയർന്നു വന്നില്ല. പകരം കോടീശ്വരന്മാരും പുരാവസ്തു പ്രേമികളും അതോടൊപ്പം മണ്ടന്മാരുമായവരെ സമർത്ഥമായി കബളിപ്പിച്ച മോൻസൻ വഴികളെ ഓർത്ത് മലയാളികൾ പൂറിച്ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷേ എത്ര പെട്ടെന്നാണ് മോൻസന്റെ അത്തരം ക്ലീൻ ഇമേജുകൾ തല കീഴായി മറിഞ്ഞത്. ഓരോ ദിവസങ്ങളിലായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അയാളുടെ ജോലിക്കാർ മുതൽ സാധാരണക്കാർ വരെ ഇരകളായി മാറിയ സാമ്പത്തിക ചൂഷണത്തിന്റെയും ലൈംഗിക പീഡനത്തിന്റെയും തൊഴിൽ തട്ടിപ്പിന്റെയും കണ്ണീര് പുരണ്ട കഥകളാണ്. MBBS സീറ്റ് ആഗ്രഹിച്ചു വന്ന സാധാരണക്കാരുടെ പോലും വിദ്യാഭ്യാസ ലോൺ അപഹരിച്ചതിന്റെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെയും ചതിയും വഞ്ചനയും നിറഞ്ഞ വാർത്തകൾ. ചതി ഒരു സഹജ സ്വഭാവമാണെന്നും പുറമേക്ക് ആട്ടിൻതോലണിഞ്ഞാലും അനുകൂല സാഹചര്യത്തിൽ അതിൽ നിന്ന് കുറുക്കൻ പുറത്തു വരുമെന്നും തെളിയിക്കപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു ചാരിറ്റിയുടെ പേരിൽ നടന്ന ലൈംഗിക പീഡനം. ചികിത്സാ സഹായം പ്രതീക്ഷിച്ചെത്തിയ വയനാട്ടിൽ നിന്നുള്ള വീട്ടമ്മയെയാണ് ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി മൂവർ സംഘം ലൈംഗികമായി പീഡിപ്പിച്ചത്.
ഫേസ്ബുക്ക് വഴി ചാരിറ്റിക്ക് എന്ന പേരിൽ മറ്റുള്ളവരിൽ നിന്ന് രോഗി അറിയാതെ പണം ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ ഒരമ്മയും മകളും പിടിയിലായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു. 12 വർഷം മുമ്പ് അപകടത്തിൽപ്പെട്ട് ശയ്യാവലംബിയായി കഴിയുന്ന ഒരാൾക്ക് വേണ്ടി അയാൾ അറിയാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നു എന്ന രീതിയിൽ പണം തട്ടിയെടുത്ത 4 സംഘത്തെ അടുത്തിടെയാണ് മണ്ണാർക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്ക്ഡൌൺ മുതലെടുത്ത വ്യാപകമായ ഒന്നാണ് ഓൺലൈൻ തട്ടിപ്പുകൾ. സാങ്കേതികതയുടെ വിജയം ഇത്തരം തട്ടിപ്പുകൾക്ക് കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നു. ഏറെ സുപരിചിതമായി കഴിഞ്ഞ ഗൂഗിൾ പേ എന്ന പണമിടപാട് ആപ്ലിക്കേഷൻ വഴി പണം അപഹരിക്കപ്പെട്ടതായ നിരവധി വാർത്തകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മണി ചെയിൻ തട്ടിപ്പിന്റെ പുതിയ രൂപമാണ് ഇന്ന് ക്യൂനെറ്റ് എന്ന ഓൺലൈൻ ബിസിനസ്. മറ്റു പല തട്ടിപ്പുകളിലും എന്നതുപോലെ നിക്ഷേപിച്ചാൽ ദിവസങ്ങൾക്കകം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന ഓഫറാണ് ഇവരും നൽകിയിരുന്നത്. ആഴ്ചതോറും ആകർഷക പലിശ എന്നതും അനേകരെ ഇതിലേക്ക് ആകർഷിച്ചു. കോയമ്പത്തൂർ കേന്ദ്രമായ യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻസ് മണി ചെയിൻ തട്ടിപ്പിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് 3500 കോടി രൂപയായിരുന്നു. പവർ ബാങ്ക്, സൺ ഫാക്ടറി എന്നീ ആപ്പുകൾ വഴി ആയിരക്കണക്കിന് ആളുകളിൽ നിന്നായി ആപ്പ് നിർമ്മാതാക്കൾ നിക്ഷേപമായി സ്വീകരിച്ചത് 290 കോടി രൂപയായിരുന്നു. പരസ്യം കണ്ടിരുന്നാൽ പോലും പണം ലഭിക്കുമെന്ന വാഗ്ദാനമാണ് ജാ ലൈഫ് സ്റ്റൈൽ നൽകിയത്. 1000 രൂപ നൽകി സൈറ്റിൽ അംഗമായവരുടെ എണ്ണം 30 ലക്ഷമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. DigiTextmark.live ആണ് മറ്റൊരു വ്യാജൻ. 1000 കോടി രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. എന്തിനേറെ, കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി വർഷം തോറും നടത്തിവരുന്ന ലോഗോസ് ക്വിസിന്റെ പേരിൽ പോലും ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 100 രൂപ ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആപ്പ് പ്രചരിക്കുന്നുണ്ടെന്നും അഖിലേഷ് കുമാർ ചൗധരിയുടെ പേരിൽ പ്രചരിക്കുന്ന ആ ആപ്പ് വ്യാജമാണെന്നും ഈ തട്ടിപ്പിൽ ആരും വീഴരുതെന്നും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോൺ പുതുശ്ശേരിക്ക് ഒടുവിൽ പത്രക്കുറിപ്പ് വരെ പുറപ്പെടുവിക്കേണ്ടി വന്നു. ആഗോളതലത്തിൽ ഡിജിറ്റൽ തട്ടിപ്പുകൾക്കായുള്ള ശ്രമം കഴിഞ്ഞ വർഷത്തിലേതിനേക്കാൾ ഈ വർഷം 16.5% വർദ്ധിച്ചിരിക്കുകയാണെന്നും അറിയാതെ പോകരുത്. നാം പോലും അറിയാതെ നമ്മുടെ പേരിലും നാമാണെന്ന വ്യാജേനയും മറ്റുള്ളവർ പണം തട്ടിയെടുക്കുകയും പണം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ടാകാം. കരുതലോടെ ഇരിക്കുക. ഫേസ്ബുക്ക് വഴി ഇത്തരത്തിലുള്ള ധനാഭ്യർത്ഥനകൾ വൈദികരുടെ പേരിൽ പോലും വ്യാജമായ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. ചതിവഴി നേടുന്ന വിജയം താൽക്കാലികമാണ്. വിശ്വാസവഞ്ചകന്റെ അന്ത്യം ദയനീയമായിരിക്കും. ഇക്കാര്യമാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരെ ചതിച്ച് നേടിയ സമ്പത്തെല്ലാം ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുക തന്നെ ചെയ്യും. ആരെയും ചതിക്കാതിരിക്കാനും ആരുടെയും ചതികളിൽ അകപ്പെടാതിരിക്കാനും നാം ഒന്നുപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മധുരം പുരട്ടിയ വാക്കാണ് ചതിയുടെ കേന്ദ്രം. ഇങ്ങനെയൊരു കാലത്തിൽ ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്ന് പലപ്പോഴും അറിയാൻ കഴിയാതെ പോകുന്നു. ദൈവഭയമില്ലാതിരിക്കുകയും പരസ്പര സ്നേഹവും സഹജീവി സ്നേഹവും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ചതിയും വിശ്വാസവഞ്ചനയും ഉടലെടുക്കുന്നത്. ചതിയിലൂടെ ഒരാൾക്ക് അവകാശമാകേണ്ട നീതി നിഷേധിക്കപ്പെടുന്നു, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ചതികൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മെ നാളെയും തേടി വന്നേക്കാം. അറിഞ്ഞുമറിയാതെയും നാം അതിൽ വീണുപോയെന്നുമിരിക്കാം. അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വിവേകത്തിനു വേണ്ടിയും മറ്റാരുടെയും കണ്ണീരിൽ സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കില്ലെന്ന ഉറച്ച തീരുമാനമെടുക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ധാർമ്മികത, സത്യസന്ധത, ആത്മാർത്ഥത, മാനുഷികത എന്നിവയുടെ അഭാവവും കാപട്യത്തിന്റെ സാന്നിധ്യവുമാണ് ഒരാളെ ചതിയനാക്കുന്നത്. അടിസ്ഥാനപരമായി ഒരാളിലെ സ്വാർത്ഥതയാണ് ചതിയിലൂടെ മറനീക്കി പുറത്തു വരുന്നത്. ചതി സഹജഭാവമായി കൊണ്ടു നടക്കുന്നവരുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകണം. അധ്വാനിച്ച് ജീവിക്കേണ്ടതിന്റെ മഹത്വം അവർ തിരിച്ചറിയണം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കാനാണ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ചതിച്ചോ വഞ്ചിച്ചോ പണം നേടാൻ
ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ചതിയുടെ കരുക്കളിൽ വെട്ടിനിർത്തപ്പെടാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തുകയും വേണം. ഇത്തരം അവസരങ്ങളിൽ സങ്കീർത്തനക്കാരന്റെ ആ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അതേ എന്നോ അല്ല എന്നോ മാത്രം മറുപടി പറയാൻ എനിക്ക് ശക്തി നൽകണമേ. ഒരാളുടെയും നാശത്തിന് കാരണമാകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ദുഷ്ടശത്രുവും പഴയ സർപ്പവുമായ സാത്താന്റെ എല്ലാ കുടില തന്ത്രങ്ങളിലും നിന്ന് എന്നെ രക്ഷിക്കണമേ. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവർക്ക് ഹൃദയ പരിവർത്തനം നൽകണമേ. മാനസാന്തരത്തിന്റെ അനുഭവം അവർക്ക് നൽകണമേ. വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും പിടിമുറുക്കിയിരിക്കുന്ന ചതിയുടെയും വിശ്വാസ വഞ്ചനയുടെയും എല്ലാ ദുഷ്ടാരൂപികളെയും ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ അവയെ നിർവീര്യമാക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, മനസ്സിൽ വഞ്ചനയും സ്വാർത്ഥതയുമായി ജീവിക്കുന്ന എല്ലാവരുടെയും ഹൃദയ വിചാരങ്ങളെ അമ്മ ചിതറിച്ചു കളയണമേ. ആമേൻ.